ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ച് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർല പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലൊയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SITയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. KM അഭിജിത്ത് MLAയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ RCH ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം, മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി OJ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1ന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈ റൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു.
അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 4,45,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000-ലധികം ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ആണ്. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻകർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ K. ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954-ലും നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം ഈ മാസം 30-ന് അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല, കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം.
സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.